ജനസമക്ഷം ജനസമ്പർക്ക ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ പ്രിയങ്കരനായ ക്ഷേമകാര്യ ചെയർമാനും മണക്കോട് വാർഡിന്റെ പ്രതിനിധിയുമായ ബി സതീശനാണ്. സ്വാഗതം സാർ. നമസ്കാരം സാറേ, നമ്മൾ ഈ സതീശൻ ആദ്യമായിട്ടാണോ ഇതിൽ ഒരു ജനപ്രതിനിധി ആവുന്നത്? അല്ല, ഞാൻ മൂന്നാം തവണയാണ് ജനപ്രതിനിധി. മൂന്നാം തവണയാണ്. അപ്പൊ 3 തവണയും വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. അതെ അതെ. അപ്പൊ അതിനൊരു ഒരു ഒരു സന്തോഷം മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ 5 വർഷക്കാലം താങ്കളുടെ വാർഡിനകത്ത് ചെയ്ത വികസനങ്ങളുടെ ഒരു ഏകദേശം രൂപം ഞങ്ങൾക്ക് ഒന്ന് കിട്ടണം. ശരി, നമുക്ക് ഞാൻ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ മൂന്നാം തവണയാണ്. 2 തവണ ഉളിയൂർ വാർഡിനെയും അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഞാൻ മണക്കോട് വാർഡിനെ പ്രതിനിധീകരിക്കുന്നത്. അവിടെ വന്നപ്പോൾ തന്നെ ജനങ്ങളുടെ ആദ്യ റൗണ്ടിൽ തന്നെ ജനങ്ങളുടെ ഒരു മനസ്സറിയാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ വികസനത്തിൽ നെടുമങ്ങാട് നഗരസഭയിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡായി ആണ് ഞാൻ മനസ്സിലാക്കിയത്. ആ പ്രദേശത്ത് നിരവധിയായ ജീവൽ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. പ്രധാനമായി ഒരു റോഡുകളും നവീകരിക്കപ്പെട്ട ഒരു റോഡുകളും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞുള്ളത് നമുക്ക് കുടിവെള്ള പ്രശ്നം, രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന ഒരു വാർഡാണ് മണക്കോട് വാർഡ്. പിന്നെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കുടിവെള്ള പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ശ്രദ്ധിച്ചു പറയണം, കാരണം ഞാൻ വന്നപ്പോഴുള്ള വിഷയമാണ് പറയുന്നത്. രൂക്ഷമായ കുടിവെള്ളം അത് എൻ്റെ മുന്നിൽ വന്ന വിഷയങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതിനെല്ലാം പരിഹാരം കാണാം എന്നുള്ള ഒരു വാക്കാണ് ഞാൻ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ പ്രകടന പത്രിക എല്ലാ വീടുകളിലും എത്തിച്ചു. ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ജനസമക്ഷം പറഞ്ഞതുമാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞതുമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏകദേശം 326 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഒരു പുതിയ വാർഡെന്നുള്ള നിലയിൽ എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം ഏറെ ഉണ്ട് എന്ന് നമ്മളത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളായി ചിട്ടയായി ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതും പറയാത്തതുമായ കാര്യങ്ങൾ ആ വാർഡിൽ ഈ 5 വർഷക്കാലം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ സന്തോഷം നമുക്ക് തരുന്നത്. കാര്യത്തിലേക്ക് കിടക്കാം. ചെയ്ത കാര്യങ്ങൾക്ക് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. നമുക്ക് പ്രധാനമായും സൂചിപ്പിച്ചതുപോലെ കുടിവെള്ള പ്രശ്നം ഏറെ രൂക്ഷമായി നിന്നിരുന്ന വാർഡ്. ഞാൻ വന്ന് അത് ഒരു 3 മാസം വരെ ഏറെ വരൾച്ചയുള്ള ഒരു സമയത്ത് ടാങ്കറിൽ ദിവസങ്ങളോളം വെള്ളം എത്തിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെട്ടതാണ്. വാർഡിൻ്റെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ വിളികൾ വന്നു. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം മുൻതൂക്കം കൊടുത്തത്. നമ്മുടെ വാർഡിൽ 3 മിനി കുടിവെള്ള പദ്ധതികൾ ഏകദേശം 30 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് പുതുമംഗലം കുടിവെള്ള പദ്ധതി, ചെറുവള്ളിക്കോണം കുടിവെള്ള പദ്ധതി, കാവ്യോട്ടുമോൾ കുടിവെള്ള പദ്ധതി, ഇങ്ങനെ 3 കുടിവെള്ള പദ്ധതി സ്വന്തമായി നിർമ്മിച്ച് അത് ആ പരിസരത്തുള്ള എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ കൊടുത്തുകൊണ്ട് ഒരു 80% വരെ ആ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പൈപ്പ് ലൈൻ എത്താത്ത എല്ലാ സ്ഥലത്തും പൈപ്പ് ലൈൻ എത്തിച്ചു. സമ്പൂർണ്ണമായി ആവശ്യപ്പെട്ട ഇന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വാർഡിൽ ആവശ്യപ്പെട്ട മുഴുവൻ വീട്ടുകാർക്കും ജനങ്ങൾക്കും പൈപ്പ് കണക്ഷൻ സൗജന്യമായി കൊടുത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. അതുപോലെ അമൃത് പദ്ധതി, ഈ 3 മിനി കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ പിന്നെ അമൃതിൻ്റെ പദ്ധതിയും കൂടെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് എല്ലാ വീട്ടുകാർക്കും ആവശ്യപ്പെട്ട മുഴുവൻ വീടിനും സമ്പൂർണ്ണമായി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വലിയ സന്തോഷം നൽകുന്നൊരു കാര്യം. ആരോഗ്യ മേഖലയിലേക്ക് കടക്കാം. ആരോഗ്യ മേഖലയിൽ നമുക്ക് അവിടെ ഒരു വെൽനസ് സെൻ്റർ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. നഗരസഭ പുതുതായി ആരംഭിച്ച 3 വെൽനസ് സെൻ്ററുകൾ, ഒന്ന് പറമുട്ടം, ഒന്ന് കുടിപ്പുറം, മൂന്നാമത് എൻ്റെ വാർഡിലാണ് ഒരു വെൽനസ് സെൻ്റർ സ്ഥാപിച്ചത്. എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു ഡോക്ടറും അതുപോലെ 2 നഴ്സിംഗ് സ്റ്റാഫുകൾ, ഒരു ഫാർമസിസ്റ്റ്, ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ, ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെ 6 സ്റ്റാഫോട് കൂടിയുള്ള ഒരു നല്ല എല്ലാ മരുന്നുകളും ഉൾപ്പെടെയുള്ള മെഡിക്കലായ ഡോക്ടർ ഉൾപ്പെടെ അവിടെ നിയമിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 3 വർഷം നമ്മുടെ വാർഡുകാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിലേക്ക് അവരുടെ ആരോഗ്യരംഗം പരിപാലിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് മാത്രമല്ല പരിസരത്തുള്ള എല്ലാ വാർഡുകളിൽ നിന്നും അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. സാധാരണപ്പെട്ടവന് സമീപിക്കാൻ കഴിയുന്ന 2 മണി മുതൽ രാത്രി 7 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. ഇപ്പോൾ തന്നെ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട്
ആശുപത്രിയെ ഡോക്ടറെ സമീപിക്കാനുള്ള എല്ലാ അല്ല, സൗകര്യവും. നേരത്തെ ശ്രീമാൻ ഹരികേശൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവിടെ വാർഡിലൊരു വലിയ ഈ സംവിധാനമുണ്ട്, ഹോസ്പിറ്റൽ സംവിധാനം, അതൊരു ആയുഷ് മിഷന്റെ. ആയുഷ് മിഷൻ. അപ്പൊ അന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ അവിടത്തേക്കുള്ള ആളുകൾ മാത്രമാണോ അതോ പുറത്തുനിന്നുള്ള ആൾക്കാരെ കൂടെ സ്വീകരിക്കുമെന്ന് ഞാൻ ചോദിച്ചു. അതേപോലെ ഒരു ചോദ്യമാണ് ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള ആൾക്കാരെ കൂടെ അവിടെ സ്വീകരിക്കാൻ തയ്യാറാവും? തീർച്ചയായും അവിടെ ആരോഗ്യരംഗ ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും സൗജന്യ ചികിത്സ കൊടുക്കണം. ഒരു നമുക്ക് ഒരു മെഡിക്കൽ ചീട്ടെടുക്കുന്നതിന് പോലും ഒരു പൈസ വാങ്ങാതെ അവിടെ ചികിത്സിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ ഇതിൻ്റെ ഭാഗമായി ഞങ്ങളിവിടെ ഓരോ മാസവും നമ്മൾ വ്യത്യസ്തമായ മെഡിക്കൽ ക്യാമ്പുകളും ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ ചോദിച്ചിട്ട് ഈ OP ടിക്കറ്റിന് പൈസ ഇല്ല. അപ്പോൾ സാധാരണ സർക്കാർ സംവിധാനത്തിനകത്ത് OP ടിക്കറ്റിന് 5 രൂപ 2 രൂപ അങ്ങനെ പല പൈസ വിളിക്കും. അതുപോലും ഒഴിവാക്കി ഇവിടെ OP ടിക്കറ്റിന് പോലും ഒരു പൈസ വാങ്ങാതെയാണ് ഞങ്ങളിവിടെ ചികിത്സ സൗജന്യമായി കൊടുക്കുന്നത്. അപ്പം ആരോഗ്യ മേഖല വളരെ ഭംഗിയോട് നടക്കും എന്നുള്ളതാണ് പല പ്രമുഖരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആരോഗ്യ മേഖലയെക്കുറിച്ച് ചില ദുഷ്ടലാക്കുകാർ അത് ഇല്ല എന്ന് പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ നമുക്കടുത്ത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകാം. വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ എങ്ങനെയാണ് നമ്മളവിടെ അംഗനവാടി ആയാലും സ്കൂളുകളായാലും അവിടെ എത്ര സ്ട്രെങ്ത് ഉണ്ട്, അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പൊതുവേ ഞാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ നഗരസഭയിൽ ഒരു അംഗൻവാടി പോലും സ്മാർട്ട് അംഗൻവാടി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. മെയിൻ്റെനൻസ് ആവശ്യമായ നിരവധി അംഗൻവാടികളുമുണ്ട്. അംഗൻവാടിക്ക് ആവശ്യമായ സാധനങ്ങളുടെ കുറവ് ഉണ്ടായിരുന്ന ഒരു നഗരസഭയായിരുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുമ്പോൾ 30 അംഗൻവാടികൾ സ്മാർട്ടാക്കി കഴിഞ്ഞു. 59 അംഗൻവാടികൾ 30 അംഗൻവാടി സ്മാർട്ടാക്കി. ബാക്കിയുള്ളതിന് ഞങ്ങൾ 70 ലക്ഷം രൂപ മാറ്റിവെച്ച് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എൻ്റെ വാർഡിലുള്ള 2 അംഗൻവാടികളും സ്മാർട്ടാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സ്മാർട്ടാക്കി മാറ്റുക മാത്രമല്ല, സ്ഥലമുണ്ടായിരുന്ന ഉളിയൂർ മണക്കൂട് അംഗൻവാടി അവിടെ ഒരു കളിസ്ഥലവും ചെറിയ പാർക്കും അതുപോലെ തന്നെ നമുക്ക് മീറ്റിംഗ് കൂടാനുള്ള ഒരു ഹാള്, ഡൈനിങ് ഹാൾ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഏകദേശം 25ഓളം കുട്ടികളും രണ്ടാമത്തെ നമ്മുടെ അംഗൻവാടിയിൽ ഏകദേശം 14ഓളം കുട്ടികളും ഇന്ന് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്കുള്ള ഈ ആഹാര സംവിധാനങ്ങളും അപ്പം ഞാൻ വീണ്ടും പറയാം, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ, ഹരികേശൻ സാറ് പറഞ്ഞതുപോലെ അംഗനവാടികൾക്ക് ധാരാളം സംവിധാനങ്ങൾ, ആഹാരം വെക്കാനും പിടിക്കാനും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതെല്ലാം നമുക്കിവിടെ ചെയ്യുന്നുണ്ട്. എല്ലാം ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾ എല്ലാ അംഗൻവാടികൾക്കും കളിക്കോപ്പുകളെല്ലാം വാങ്ങിക്കൊടുത്തു. ഫർണിച്ചറിൻ്റെ അപര്യാപ്തം ഉണ്ടായിരുന്ന എല്ലാം പൂർത്തീകരിച്ചു. അവർക്ക് ധാന്യപ്പെട്ടി, പുതിയ എലിയും പാറ്റി അങ്ങനെയുള്ള ജീവികളൊന്നും കയറാത്ത രീതിയിലുള്ള ധാന്യപ്പെട്ടി ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. ഇപ്പോൾ ആ സാഹചര്യം സംസ്ഥാനത്ത് ആകമാനം മാറി. കാരണം കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ഊണ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഊണിനാവശ്യമായ കറികൾ വയ്ക്കാനുള്ള മിക്സി എല്ലാ അംഗൻവാടിയും കൊടുത്തു. അതുപോലെ വാട്ടർ പ്യൂരിഫയർ, എല്ലാ കിണറിലെയും വെള്ളങ്ങളും നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ വാട്ടർ പ്യൂരിഫയർ 59 അംഗൻവാടിയിൽ കൊടുത്തു. നമ്മുടെ പുതിയ ആഹാരം കഴിക്കാനുള്ള പാത്രങ്ങൾ ഉൾപ്പെടെ അവിടെ എന്തൊക്കെ ഒരു അംഗൻവാടിക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഏറെ ശ്രദ്ധ നഗരസഭ കൊടുക്കുന്നുമുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ 2 അംഗൻവാടികളിലും ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി കഴിയും. ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ മണ്ഡലത്തിലുള്ള സമയത്ത് ഭക്ഷ്യത്തിനൊരു കുറവും വരില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഫണ്ടുകൾ ലഭിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നഗരസഭയ്ക്ക് ഇത്രയേറെ നേട്ടങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സഹായം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. എൻ്റെ വാർഡിൽ പറയുകയാണെങ്കിൽ നമുക്ക് എനിക്ക് വലിയൊരു സഹായമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഏകദേശം 1,70,00,000 രൂപ വരെ എൻ്റെ ഒരു വാർഡിൽ മാത്രം അദ്ദേഹം വികസന പ്രവർത്തനം കൊണ്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ചെറുതും വലുതുമായ എല്ലാ പ്രോഗ്രാമിനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നെടുമങ്ങാട് മണ്ഡലത്തിൽ ആകമാനം കിട്ടുന്നതോടൊപ്പം തന്നെ എൻ്റെ വാർഡിലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയേറെ വാർഡിനെയും നഗരസഭയെയും ഇത്രയേറെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ടീമായി കഴിഞ്ഞിട്ടുള്ളത്. മന്ത്രിയുടെ, നമ്മുടെ GR അനിൽ മിനിസ്റ്ററുടെ സമ്പൂർണ്ണമായ സഹായത്തോടു കൂടിയാണെന്നുള്ളത് പറയുന്നത് നമുക്ക് ഏറെ അഭിമാനിക്കുന്നുണ്ട്. GR അനിൽ നിങ്ങളുടെ മണ്ഡലം MLA കൂടെ ഒന്ന് എടുത്തു പറയണം. ഞങ്ങളെ MLA കൂടിയാണ് അദ്ദേഹം. ഒരു 2 തവണ ഞങ്ങളെപ്പോലെ കൗൺസിലർ ആയിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു വാർഡിൻ്റെ ഒരു ജനപ്രതിനിധിയുടെ ആവശ്യങ്ങൾ എന്താണ്, സാധാരണപ്പെട്ടവൻ്റെ അടുത്തേക്ക് എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണം എന്നുള്ള അദ്ദേഹത്തെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ഞങ്ങളെപ്പോലെ സാധാരണപ്പെട്ടുള്ള ഒരാളായിട്ടാണ് ആ മണ്ഡലത്തിൽ ഓരോ കുടുംബത്തോടൊപ്പം അദ്ദേഹം കുടുംബാംഗമായി കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് ഏറെ സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് വ്യക്തിപരമായും വാർഡിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ മണ്ഡലത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ K-സ്റ്റോർ, നമ്മുടെ റേഷൻ കട, അദ്ദേഹം ഏറ്റവും കൂടുതൽ തന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്താണ്.
തീർച്ചയായിട്ടും അത് മണ്ഡലം എന്നുള്ള നിലയിൽ ഒരു കേരളത്തിൽ ആകമാനം ഉണ്ടെങ്കിലും മണ്ഡലം എന്നുള്ളതിൽ ഒരു ചെറിയ അദ്ദേഹത്തിന് അല്പം കൂടെ താല്പര്യം എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കേസ് സ്റ്റോറുകൾ മാത്രമല്ല, അദ്ദേഹം ഈ 4 വർഷക്കാലം കൊണ്ടാണ് കേരളത്തിൽ ഇത്രയേറെ കാർഡുകൾ എല്ലാ പേർക്കും കാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 5.5 ലക്ഷം പേർ കാർഡ് കൊടുത്തു എന്ന് മാത്രമല്ല അതിൽ 3.5 ലക്ഷത്തിലധികം പേർക്ക് BPL കാർഡായി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ സാധാരണപ്പെട്ടവന് വേണ്ടിയുള്ള ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് പറയാനുള്ളത്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. Fashion for all at My Own Parthas. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank, together we can. ജനസമക്ഷം ജനസമ്പർക്ക ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ, ആതിരയാണോ? ആതിര, എന്നോടൊപ്പം ശ്രീമാൻ B സതീശനുണ്ട്. മണക്കോട് വാർഡിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. വാർഡിനെ കുറിച്ചുള്ള വികസനം ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അടുത്തിരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സംശയം, ഇനി കൂടുതലായിട്ട് അവിടെ എന്തെങ്കിലും ആ വാർഡിൽ ചെയ്യാനുണ്ടോ? അപ്പൊ അതറിയാനാണ് അദ്ദേഹവും ഞാനും വിളിക്കുന്നത്. നിങ്ങൾക്ക് സംസാരിക്കാം അദ്ദേഹത്തിനോട്. അദ്ദേഹത്തിന്റെ വികസന പരിപാടികളിൽ ഞങ്ങളുടെ വാർഡിലെ ജനങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് വാർഡില്. എടുത്തു പറയത്തക്ക ലൈബ്രറി, ആശുപത്രി, പിന്നെ 2 അംഗൻവാടി ഒന്ന് സ്മാർട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ എന്റെ വീടിന്റെ പരിസരത്ത് ഒരു 60 വർഷമായി പട്ടയം കിട്ടാറുണ്ടെന്ന ഒരു കോളനിയില് അവർക്ക് 18 കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ പറയത്തക്കത് നമ്മുടെ ആ ഭാഗത്ത് കുടിവെള്ള ക്ഷാമം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ഭാഗമായിരുന്നു. അവിടെ ഒരു 3 കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ ലൈറ്റുകൾ. ഹലോ ആതിര, ഈ വിഷയങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്, പട്ടയത്തിന്റെ വിഷയങ്ങൾ. അവിടെ ഇനി കൂടുതലായി ആ വാർഡിനകത്ത് കൂടുതലായി എന്തെങ്കിലും വികസനത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ സംശയം. വിട്ടുപോയിട്ടുണ്ടോ? സതീഷിനോട് സംസാരിക്കാം. കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാതെ നമുക്കിനി എടുത്തു പറയത്തക്ക ഒരു കമ്മ്യൂണിറ്റി ഹാള് മാത്രമാണ്. അതിന്റെയും വസ്തുവും വാങ്ങിയിട്ടുണ്ട്. അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതുണ്ട് അല്ലേ അതിലെ? അതിന്റെ നിർമ്മാണം മാത്രമാണ് ഇത് ബാക്കിയുള്ളത്. അത് മാത്രമല്ല, നമുക്കൊരു കളിസ്ഥലം, നമുക്ക് നമ്മുടെ കുട്ടിയെ കളിച്ച് വളരാൻ വേണ്ടിയുള്ള ഒരു കളിസ്ഥലത്തിന്റെ ഒരു പര്യാപ്തതയും കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് സ്വന്തമായി കെട്ടിടങ്ങൾ, നമ്മുടെ ബയോ ക്ലബിനും വെൽനസ് സെന്ററുകൾ സ്വന്തമായി കെട്ടിടം, അത് വരും കാലങ്ങളിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് വിശ്വാസം. വേറെ എന്തെങ്കിലും നമുക്ക് അവിടെ ആവശ്യമുണ്ടോ വാർഡിനകത്ത്? നമ്മുടെ ഏകദേശമുള്ള എല്ലാ പ്രാദേശിക ആവശ്യങ്ങളും നിറവേറ്റി കഴിഞ്ഞു. പൂർണ്ണ സംതൃപ്തരാണ്. അപ്പൊ വീണ്ടും അദ്ദേഹം നിങ്ങളുടെ അടുത്ത് ജനപ്രതിനിധിയാവാൻ വന്നാൽ നിങ്ങൾ സഹായിക്കില്ലേ? സഹായിക്കും. അപ്പൊ അത് പ്രശ്നമുണ്ട്. ആ വാർഡ് ചിലപ്പോ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും?
അപ്പൊ അടുത്ത തവണ അത് വാർഡുകൾ മാറുമല്ലോ, പിന്നെ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാളെ നിങ്ങൾ വിജയിപ്പിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. Fashion for all at my own Parthas. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting. A testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank. Together we can. അപ്പൊ മറ്റു വികസനങ്ങളൊന്നും എന്തൊക്കെയായിരുന്നു? മറ്റു വികസനങ്ങൾ ഞങ്ങൾ നമ്മുടെ അംഗൻവാടികളെയും കുടിവെള്ള പദ്ധതിയുടെയും പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡിൽ 60 വർഷക്കാലമായി പട്ടയം കിട്ടാതെ കിടക്കുന്ന ഒരു 19 കുടുംബങ്ങളുണ്ടായിരുന്നു. ഞങ്ങളവിടെ വോട്ട് ചോദിച്ചു വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ ഞങ്ങളോട് വളരെ പ്രകോപനപരമായിട്ടാണ് പെരുമാറിയത്. കാരണം തുടർന്ന് വന്നിട്ടുണ്ടിരുന്ന എല്ലാ ജനപ്രതിനിധികളും അവരോട് പട്ടയം ശരിയാക്കി കൊടുക്കാമെന്ന് വാഗ്ദാനം കൊടുത്തതാണ്. പക്ഷേ എത്ര കുടുംബം ഉണ്ടായിരുന്നു? 19 കുടുംബം. 19 കുടുംബം. പക്ഷെ അവർക്ക് എന്തുകൊണ്ടോ കഴിയാതെ പോയി എന്നുള്ളതാണ്. കാരണം ഇപ്പം അവരുടെ കുറ്റമായിട്ട് നമ്മൾ പറയുന്നില്ല, കഴിയാതെ പോയി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഞങ്ങൾ കൊടുത്ത വാഗ്ദാനവും ആ രീതിയിലാണ് അവർ കണ്ടത്. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ളത് എന്ത് വില കൊടുത്തും ഞങ്ങളത് പട്ടയം വാങ്ങി തരാമെന്ന് പറഞ്ഞു. പക്ഷെ മന്ത്രി ഏറെ ശ്രദ്ധിച്ച ഒരു മേഖല കൂടിയാണ് പട്ടയം കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ എത്രയോ പട്ടയ അസംബ്ലി നടത്തി, പട്ടയ മേള നടത്തി. അതിൻ്റെ ഭാഗമായി ട്രിബ്യൂണൽ പട്ടയമായിരുന്ന ഞങ്ങളുടെ പ്രദേശത്ത് അത് കണ്ടുപിടിച്ച് 18 കുടുംബത്തിനും പട്ടയം വാങ്ങി കയ്യിൽ കൊടുക്കാൻ വേണ്ടി 1.5 വർഷക്കാലം കൊണ്ട് ആദ്യം അധികാരത്തിലെത്തി. ഒരെണ്ണത്തിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ തടസ്സങ്ങളുള്ളതുകൊണ്ട് അത് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് പട്ടയം കയ്യിൽ കിട്ടും, ഉറപ്പാണ്. അപ്പോൾ അതൊരു ഞങ്ങൾക്കൊരു വലിയ നേട്ടമായി ഞങ്ങൾ കാണുകയാണ്. നമുക്കതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഗ്രന്ഥശാല, ഞാൻ അവിടെ എത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്ക്, പുതിയ കുട്ടികൾക്ക് കളിക്കുവാനോ അല്ലെങ്കിൽ ഒരു കലാപരിപാടികൾ നടത്തുവാനോ അവർക്ക് ഒരു വായനയിലേക്ക് കടക്കുവാനോ ഒന്നും ഒരു സാഹചര്യമില്ലാത്തതാണ്. ഞങ്ങൾ ആദ്യം തന്നെ ജയിച്ചു വന്നപ്പോൾ ഒരു വാർഡ് ഓഫീസ് അവിടെ വാടകയ്ക്ക് എടുത്തു. അവിടെ ഒരു ജനസേവന കേന്ദ്രം തുടങ്ങിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം കൂടെ ആരംഭിച്ചത്. ഞങ്ങളൊരു 3 വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഗ്രഡേഷൻ നേടിയെടുത്തു. ഏകദേശം 2500ഓളം പുസ്തകങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അവിടെ ഒരു ലൈബ്രറിയുണ്ട്. അവിടെ അതോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ കുറേ കുട്ടികളെ ഞങ്ങൾ കലാപരമായും കായികപരമായും അവരെ വളർത്തിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നഗരസഭയുടെ കേരളോത്സവത്തിലും ബാലകലോത്സവത്തിലൊക്കെ തന്നെ നിരവധി തവണ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കാൻ ഞങ്ങളുടെ ജനകീയ ഗ്രന്ഥശാലയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി കുട്ടികളെ ആ രംഗത്തെ കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ആ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ തരത്തിലുള്ള കുട്ടികളും പഠിക്കുന്നതും അല്ലാതെ ടീനേജേഴ്സിന്റെ ക്ലബ്ബ് പോലെ തന്നെ നമുക്ക് തോന്നിയത്. തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ ഈ വയോജനങ്ങൾക്ക് വേണ്ടി നമ്മളവിടെ എന്തെങ്കിലും ചെയ്തിരുന്നു? വയോജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ നഗരസഭയിൽ 4 വയോ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു നിലവിൽ. അപ്പോൾ ഞങ്ങളത് അവരെ അതിൽ കുറവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ 3 വയോ ക്ലബ്ബ് കൂടെ ആരംഭിച്ചു. അതൊന്ന് തറട്ടയിലും അതുപോലെ തന്നെ ഞങ്ങൾ കൊപ്പം വാർഡിലും എൻ്റെ വാർഡിലും കൂടെയാണ് അത് തുടങ്ങിയത്. എൻ്റെ വാർഡിലുള്ള ഒരു 4 വർഷം കൊണ്ട് വളരെ നല്ല രീതിയിൽ വയോ ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. 28 പേരാണ് ഇപ്പം നിലവിൽ വയോ ക്ലബ്ബിലുള്ളത്. ആ വയോ ക്ലബ്ബിൽ നമുക്ക് രാവിലെ ഒരു 9 മണിക്ക് വന്നാൽ അവർക്ക് രാവിലെ ഭക്ഷണം കൊടുക്കും, പ്രഭാത ഭക്ഷണം കൊടുക്കും. അതുപോലെ അവർക്ക് കേബിൾ കാണാനുള്ള TV കാണാനുള്ള സൗകര്യങ്ങൾ, കിടക്കണമെങ്കിൽ അവർക്ക് കട്ടിലുണ്ട്, ആവശ്യത്തിലുള്ള കസേരയുണ്ട്, കുടിക്കാൻ വെള്ളം. അവിടെ ഒരു കെയർ ടേക്കറെ ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ട് ചായയും സ്നാക്സും കൊടുത്താണ് ഞങ്ങൾ വീട്ടിലേക്ക് വിടുന്നത്.
അതുമാത്രമല്ല അവർക്ക് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഉണർവ് എന്ന പേര് കൊടുത്തുകൊണ്ട് ഞങ്ങളൊരു പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, സോപ്പ് നിർമ്മാണം പഠിപ്പിച്ചു. അപ്പോൾ അതിലൊക്കെ ഒരു ചെറിയ വരുമാനം കൂടെ അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഞങ്ങൾ കലാപരമായി ഈ 60 വയസ്സിനും 90 വയസ്സിനും ഇടയ്ക്കുള്ള അമ്മമാരും അച്ഛന്മാരുമാണ് അവിടെ ഉള്ളത്. അവരിന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ഒപ്പന ടീമുണ്ട്, ഒരു നമ്മുടെ മാർഗം കളിക്കുന്ന ഒരു ടീമുണ്ട്, അതുപോലെ തിരുവാതിര കളിക്കുന്ന ഒരു ടീമുണ്ട്. അവർ സ്റ്റേറ്റ് തലത്തിൽ പോയി പോലും സമ്മാനം വാങ്ങിയ നിരവധി അവസരങ്ങൾ നമുക്കുണ്ട്. അവരെ ഞങ്ങൾ ടൂർ ഉല്ലാസയാത്ര കൊണ്ടുപോകാറുണ്ട്, അവർക്ക് എല്ലാ മാസവും മെഡിക്കൽ ചെക്കപ്പ് നടത്താറുണ്ട്, അവരെ ഞങ്ങൾ ബോട്ട് അതുപോലെ സിനിമ കാണാൻ കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെയുള്ള നിരവധി അവർക്ക് ആനന്ദകരമായ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഇത്തരം വയോ ക്ലബ്ബുകൾ ഞങ്ങളുടെ നഗരസഭയിൽ ആകമാനം പ്രവർത്തിക്കുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.